Hi, hello, welcome to Manasi's Math Solution. Today we are going to discuss the topic separation by continuous functions. ഇതുവരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് സെപ്പറേഷൻ ബൈ ഓപ്പൺ സെറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ രണ്ട് പോയിന്റ്സ് ആയാലും അല്ലെങ്കിൽ ഒരു പോയിന്റ് ഒരു ക്ലോസർ സെറ്റ് ആയാലും അല്ലെങ്കിൽ രണ്ട് ക്ലോസർ സെറ്റ്സ് ആയാലും നമ്മൾ എന്തായിരുന്നു ബൈ മീൻസ് ഓഫ് നമ്മൾ ഓപ്പൺ സെറ്റ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു ആ പോയിന്റ്സിനെയും സെറ്റ്സിനെയും എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഓരോ ടൈപ്പിനെയും നമ്മൾ ഡിഫറെൻറ്റ് നെയിം ചെയ്തു ആൻഡ് കുറേ പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. T0, T1, T2, T3, T4 സ്പേസസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇൻ ടോട്ടൽ. നൗ എന്താണ് സെപ്പറേഷൻ ബൈ കണ്ടിന്യൂസ് ഫങ്ഷൻ? സോ എന്താണ് ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് എക്സ് ബി എ സ്പേസ് ആൻഡ് എഫ് ഫ്രം എക്സ് ടു ആർ എ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഓൺ എക്സ്. ഓക്കെ, ഒരു സ്പേസ് എക്സ് ചൂസ് ചെയ്തിട്ടുണ്ട്, എഫ് ഫ്രം എക്സ് ടു ആർ കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സബ്സെറ്റ്സ് ഫോർ സബ്സെറ്റ്സ് എ ആൻഡ് ബി ഓഫ് എക്സ്, എക്സിൻ്റെ ആർബിട്രറി ആയിട്ട് രണ്ട് സബ്സെറ്റ്സ് കൺസിഡർ ചെയ്തു. ദെൻ എഫ് സെപ്പറേറ്റ്സ് എ ആൻഡ് ബി provided that there exist distinct real numbers a and b such that f of a equal to a and f of b equal to b. എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ട് സെറ്റ്സ് എ ബി, രണ്ട് സബ്സെറ്റ്സ് എ ബി ഓഫ് എക്സ് ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഫങ്ഷൻ ഈ രണ്ട് സബ്സെറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നെപ്പോഴാണ് പറയുന്നത്? ഈ ഒരു ഫങ്ഷൻ എഫ് എന് മൊത്തത്തിൽ ഒരു പോയിന്റ് ഒരു റിയൽ വാല്യൂഡ് നമ്പർ എയിലോട്ടും ആൻഡ് ബിനെ മൊത്തത്തിൽ ഒരു റിയൽ നമ്പർ ബിയിലോട്ടും മാപ്പ് ചെയ്യുകയും എ നോട്ട് ഈക്വൽ ടു ബി ആവുകയും ആണെങ്കിൽ വി സേ ദാറ്റ് the function real valued continuous real valued function f separates these subsets. അതായത് ഇപ്പം ഞാൻ എക്സ് ടോപ്പോളജിക്കൽ സ്പേസ് ചൂസ് ചെയ്തു. വെയിറ്റ്, ഓക്കെ, ഇവിടെ പറയാം. എക്സ് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ചൂസ് ചെയ്തു. ഇപ്പം ഞാൻ എക്സിൻ്റെ രണ്ട് സബ്സെറ്റ്സ് എയും ബിയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ എക്കും ബിക്കും പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും പറയില്ല, ജസ്റ്റ് സബ്സെറ്റ്സ്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ ഫ്രം എക്സ് ടു എന്താണ് റിയൽ നമ്പർ സിസ്റ്റം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഈ സബ്സെറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നെപ്പോഴാണ് പറയുന്നത്? ഈ ഒരു ഫങ്ഷൻ ഈ ഹോൾ സെറ്റ് എയിന് ഒരു റിയൽ നമ്പർ എയിലോട്ടും ആൻഡ് ഇതേ ഫങ്ഷൻ ഈ ഒരു സെറ്റ് ബിനെ another real number ബിയിലോട്ടും, all points in ബിനെ another real number ബിയിലോട്ടും മാപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ ഉണ്ടാവും എല്ലാ പോയിന്റ്സിനെയും ഒരേ പോയിന്റിലോട്ട്, ബിയിലുള്ള എല്ലാ പോയിന്റ്സിനെയും ബിയിലോട്ട്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ നമ്പേഴ്സിലോട്ട് മാപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ എഫിന് എന്ത് പറയുക? എഫ് സെപ്പറേറ്റ്സ് ദ സെറ്റ്സ് എ ആൻഡ് ബി എന്ന് പറയും. ഇതിൽ തന്നെ ഇപ്പം ഞാൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റ്സ് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റ് സിംഗിൾട്ടൺ സെറ്റ് ആണെന്ന് കരുതുക. സപ്പോസ് എ എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റ് എക്സ് ആണെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ സെപ്പറേറ്റ്സ് ഇത്തരത്തിൽ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതിയിൽ ഒരു സെപ്പറേറ്റിംഗ് ഫങ്ഷൻ ഫോർ ദിസ് സിംഗിൾട്ടൺ സെറ്റ് എ ആൻഡ് അനദർ സെറ്റ് ബിക്ക് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഫങ്ഷൻ എന്താണ് പറയുകയെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ദ പോയിന്റ് എക്സ് ഫ്രം ദ സെറ്റ് ബി എന്ന് പറയും. ഓക്കെ, എ ഫങ്ഷൻ വിച്ച് സെപ്പറേറ്റ്സ് എ സിംഗിൾട്ടൺ സെറ്റ് എ ഈക്വൽ ടു സിംഗിൾട്ടൺ എക്സ് ഫ്രം എ സെറ്റ് ബി. Then we say that this function is said to be what? Separate the point x from the set b. Okay, ഇനി ഇതിൽ സെക്കൻഡ് സെറ്റും സിംഗിൾട്ടൺ സെറ്റ് ആണെങ്കിൽ, സം സിംഗിൾട്ടൺ സെറ്റ് y ആണെങ്കിൽ we say that the function separate the points x and y. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. എ ബി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണെങ്കിൽ ഇത്തരത്തിൽ എനെ മൊത്തത്തിൽ ഒരു പോയിന്റ് എയിലോട്ടും ബിനെ മൊത്തത്തിൽ അനദർ പോയിന്റ് ബിയിലോട്ടും റിയൽ നമ്പർ ബിയിലോട്ടും ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബിയും ആയിരിക്കണേ. ഇത്തരത്തിൽ മാപ്പ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫങ്ഷൻ എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി സേ ദാറ്റ് എഫ് സെപ്പറേറ്റ്സ് ദ സെറ്റ്സ് എ ആൻഡ് ബി. ഇഫ് എ ഇസ് ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് എക്സ് and if there exists any function which separates the singleton x and the set b, then we say that the function separates the point x
ഫ്രം ദ സെറ്റ് ബി. ഇപ്പോൾ സെക്കൻഡ് സെറ്റും സിംഗിൾട്ടൺ സെറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ഫംഗ്ഷൻ സെപ്പറേറ്റ് ദ പോയിന്റ് the function separates the points x and y എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഒരു എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? രണ്ട് സെറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എപ്പോഴാണ് നമ്മളൊരു ഫംഗ്ഷൻ രണ്ടിനെ സെറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു, ഡിഫൈൻ ചെയ്തു. ദെൻ എന്താണ്, ഒരു പോയിന്റിനെയും ഒരു സെറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ദെൻ 2 പോയിന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നതും പറഞ്ഞു. ഓക്കെ, നൗ ജസ്റ്റ് എ നോട്ടാണ്. If function f from x to r is 1 to 1 ആണെന്ന് കരുതാം. ഇപ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ആർ 1 to 1 ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സിൽ നിന്ന് ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും നോട്ട് ഈക്വൽ ആയിരിക്കുമല്ലോ, അല്ലേ? 1 ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ ഇമേജസ് ഈക്വൽ ആയിട്ട് വരത്തില്ല. So for any 2 points x not equal to y, f of x not equal to f of y ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഏത് പോയിന്റ് എടുത്ത് ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെ ഇമേജസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു സിംഗിൾട്ടൺ എക്സും ബി ഈസ് ഈക്വൽ ടു സിംഗിൾട്ടൺ വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എ ഈക്വൽ ടു സം എ ആണെന്ന് കരുതുക, എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു സം ബി ആണെന്ന് കരുതുക. എഫ് 1 ആയതുകൊണ്ട് ദീസ് ആർ നോട്ട് ഈക്വൽ. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? എഫ് സെപ്പറേറ്റ്സ് ദ സെറ്റ്സ് എ ആൻഡ് ബി. അപ്പോൾ സിംഗിൾട്ടൺ എക്സും സിംഗിൾട്ടൺ വൈയും ആണ് സെറ്റ്സ് ആയിട്ട് വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ സെപ്പറേറ്റ്സ് ദ പോയിന്റ്സ്. ഓക്കെ, സോ ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് എഫ് സെപ്പറേറ്റ്സ് ഈച്ച് പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് ഓഫ് എക്സ്. So in total we can say that a continuous real valued function f from x to r is 1 to 1 if and only if ഏത് നൊട്ടേഷൻ വരുന്നുണ്ട്? എന്താണ് മീനിങ്? if and only if f separates each pair of distinct points of x. okay, f 1 ആണെങ്കിൽ f separates each pair of distinct points of x ആണ്. and if f separates each pair of distinct points of x ആണെങ്കിൽ f 1 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കൺസിഡർ the projection map p1 from r2 to r defined by p1 of x1 x2 is equal to x1. പ്രൊജക്ഷൻ മാപ്പ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ പ്രൊജക്ഷൻ മാപ്പിനെ ഇവിടെ p1 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. മുൻപേ എല്ലാം നമ്മൾ π1 എന്നെല്ലാമായിരുന്നു. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, സെയിം തന്നെയാണ്, നൊട്ടേഷൻ മാറിയെന്ന് മൊത്തം. ഓക്കെ, ഇത് ഫസ്റ്റ് കോർഡിനേറ്റിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ പ്രൊജക്ഷൻ മാപ്പാണ്. അപ്പം ഞാൻ എ ചൂസ് ചെയ്യുന്നു. എ എങ്ങനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? which is the set of all a x2 such that x2 belongs to r. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായിരിക്കും? ഇപ്പോൾ r2 അല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ എ ഫസ്റ്റ് കോർഡിനേറ്റ് ഫിക്സഡ് ആണ്. അപ്പോൾ ഞാൻ എ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഈ എ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അനദർ പോയിന്റ് ബി ചൂസ് ചെയ്യുന്നു. ആൻഡ് ബി ഈസ് ഈക്വൽ ടു ബി x2 സച്ച് ദാറ്റ് x2 ബിലോങ്സ് ടു ആർ കൺസിഡർ ചെയ്തു. അപ്പോൾ എല്ലാ കോർഡിനേറ്റും ഫസ്റ്റ് കോർഡിനേറ്റ് മൊത്തം ബി അല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ പോയിന്റ് ബി എടുത്തു കഴിഞ്ഞാൽ ബിയിലൂടെ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഈ ബി എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈ പ്രൊജക്ഷൻ മാപ്പ് ഈ ഒരു രണ്ട് സെറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ദീസ് ടു ആർ ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിക്കൽ ലൈൻസ് അല്ലേ, ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ദീസ് ടു ആർ ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിക്കൽ ലൈൻസ്. എന്തുകൊണ്ടാണ്? എ നോട്ട് ഈക്വൽ ടു ബി ആയതുകൊണ്ടാണ് ഡിസ്റ്റിങ്ക്റ്റ് ആയത്. ഇനി p1 ഓഫ് എ എന്താണ് നോക്കിക്കേ. p1 ഓഫ് x1 x2 എന്ന് പറയുന്നത് ഫസ്റ്റ് കോർഡിനേറ്റിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ആൻഡ് എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെൻസിൻ്റെയും ഫസ്റ്റ് കോർഡിനേറ്റ് ഏതാണ്? പോയിന്റ് എ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? p1 ഓഫ് എ എന്ന് പറയുന്നത് എ കിട്ടും. ഇൻ ദ സെയിം വേ p1 ഓഫ് ബി എന്ന് പറയുന്നത് ബി കിട്ടും. എ നോട്ട് ഈക്വൽ ടു ബി ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? സോ p1 സെപ്പറേറ്റ്സ് ദ സെറ്റ്സ് എ ആൻഡ് ബി എന്ന് പറയാം. എയും ബിയും എന്തായിരുന്നു? നമ്മൾക്ക് വെർട്ടിക്കൽ ലൈൻസ് ആയിരുന്നു അല്ലേ, ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിക്കൽ ലൈൻസ് ആയിരുന്നു. ഇത് ഞാൻ ആർബിട്രറി ആയിട്ട് എടുത്തിരുന്ന എ ബി പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആണ് നമ്മൾക്ക് സെറ്റ് എയും സെറ്റ് ബിയും കിട്ടിയിരുന്നത്. ഇത്തരത്തിൽ ഞാൻ ഏത് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിക്കൽ ലൈൻസ് എടുത്തു കഴിഞ്ഞാലും ആ വെർട്ടിക്കൽ ലൈൻസിനെല്ലാം ഈ പ്രൊജക്ഷൻ മാപ്പ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും.
From this we can say that P1 separates any two distinct vertical lines. Okay, ഇത്തരത്തിൽ ഞാൻ ഏത് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിക്കൽ ലൈൻസ് എടുത്തു കഴിഞ്ഞാലും ആ വെർട്ടിക്കൽ ലൈൻസിനെ എല്ലാം ഈ ഒരു പ്രൊജക്ഷൻ മാപ്പ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. Consider the function f from R to R defined by f of x is equal to 0 if x less than or equal to 0, x if 0 less than x less than 1 and 1 if x greater than or equal to 1. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് ഉണ്ടായിരിക്കുക നോക്കിക്കേ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ 0യും അതിൽ താഴെയാണ് എക്സിൻ്റെ വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ത് തന്നെയാണ്, 0 തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് എന്തായിരിക്കും, ഈ ആക്സിസിൻ്റെ ഈ ഒരു 0 വരെയുള്ള പാർട്ട് തന്നെയായിരിക്കും ഗ്രാഫിൻ്റെ പാർട്ട് വരുന്നത്. പിന്നെ എന്താണ്, എക്സ് ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, 0നും 1നും ഇടയിലാണെങ്കിൽ എക്സ് തന്നെയാണ് വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് വരും, ഇങ്ങനെ വരും. പിന്നെ എന്താണ് വരുന്നത്, 1 if x greater than or equal to. അപ്പോൾ 1ന് മേലുള്ള എല്ലാ വാല്യൂസിനും 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഗ്രാഫ് ഉണ്ടാവുന്നത് നോക്കിക്കേ. ഈ ഒരു രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് ദെൻ ഇതിലൂടെ വന്ന് ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ഞാൻ എന്തെടുക്കുന്നു, ആറിൻ്റെ സബ്സെറ്റായിട്ട് -∞ 0 എടുക്കുന്നു, ബി ആയിട്ട് 1 ∞ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫ് ഓഫ് എ എന്താണ്, എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലേ. ഇവിടെയുള്ള എല്ലാ ഈ എക്സിസിലുള്ള എല്ലാ പോയിന്റ്സിനെയും എഫ് എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു, 0 തന്നെ. സോ എഫ് ഓഫ് എ ഈക്വൽ ടു 0. ബി ഞാൻ 1 ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതാണ് ബി. എനിക്ക് അതിലുള്ള എല്ലാ പോയിന്റ്സിനും എങ്ങോട്ടാണ് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത്, 1. അപ്പോൾ എഫ് ഓഫ് ബി ഈക്വൽ ടു 1. അപ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു 0യും എഫ് ഓഫ് ബി ഈക്വൽ ടു 1 ആണ്. ആൻഡ് ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അല്ലേ. ഗ്രാഫിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ ദിസ് ഫംഗ്ഷൻ സെപ്പറേറ്റ്സ് എ ആൻഡ് ബി. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊജക്ഷൻ മാപ്പും കണ്ടിന്യൂസ് ആണ് അല്ലേ. പ്രൊജക്ഷൻ മാപ്പ് ഇസ് ഓൾവേസ് കണ്ടിന്യൂസ് ഓൺ ദ പ്രൊഡക്റ്റ് സ്പേസ്. അപ്പോൾ R2 വിത്ത് യൂഷ്വൽ ടോപ്പോളജി എന്താണ്, പ്രൊഡക്റ്റ് സ്പേസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. നോ ഇനി അടുത്ത എക്സാമ്പിൾ എന്താണ്, കൺസിഡർ ടു ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് x is equal to x1 x2, y is equal to y1 y2 in R2. അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ R2ൽ നിന്ന് ഞാൻ ഏത് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, ഏത് 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് x1 x2 ആൻഡ് y1 y2 കൺസിഡർ ചെയ്താലും നമ്മൾക്ക് ഈ 2 പോയിന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിരിക്കുന്നത്, R2ൽ നിന്ന് ഞാനിപ്പോൾ 2 പോയിന്റ്സ് എടുത്തു, എക്സ് വൈ. ഓർഡർഡ് ബേസ് പറയുകയാണ്, ഞാൻ ജസ്റ്റ് എക്സ് വൈ എന്ന് പറയുന്നു. ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ഏത് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എടുത്താലും ആ പോയിന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ വെച്ചാൽ തന്നെ എന്താണ്, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾക്ക് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. R2ൻ്റെ ഈ ഒരു കേസിൽ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. നോക്കാം ഏതാണെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ കൺസിഡർ 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് x is equal to x1 x2 and y is equal to y1 y2 in R2. അപ്പോൾ എക്സും വൈയും ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ x നോട്ട് ഈക്വൽ ടു y. എക്സ് അതായത് ഓർഡേർഡ് പേയേഴ്സ് ആണ്, എക്സും വൈയും ഓർഡേർഡ് പേയേഴ്സ് ആണ്. അപ്പോൾ ഈ ഓർഡേർഡ് പേയേഴ്സ് നോട്ട് ഈക്വൽ എന്ന് വെച്ചാൽ എന്തായിരിക്കണം, ഒന്നുകിൽ ഫസ്റ്റ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ സെക്കൻഡ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കില്ല. ഫസ്റ്റ് കോർഡിനേറ്റ്സ് മാത്രമേ ഈക്വൽ ആവാതെ വരത്തുള്ളൂ എന്നൊന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 2 ഓർഡേർഡ് പേയേഴ്സ് ഈക്വൽ അല്ലെങ്കിൽ ഒന്നുകിൽ ഫസ്റ്റ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ സെക്കൻഡ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കില്ല. അതായത് ഇപ്പോൾ ഞാൻ 1 2 എടുത്തു, 1 2ഉം 3 2ഉം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതെന്തുകൊണ്ടാണ്, ഫസ്റ്റ് കോർഡിനേറ്റ് ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് 1 2ഉം 1 3ഉം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. കാരണം എന്താണ്, ഇവിടെ സെക്കൻഡ് കോർഡിനേറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ രണ്ട് ഓർഡേർഡ് പെയേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഫസ്റ്റ് കോർഡിനേറ്റ് നോട്ട് ഈക്വൽ ആയിട്ട് വരാം, അല്ലെങ്കിൽ സെക്കൻഡ് കോർഡിനേറ്റ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ എയ്തർ x1 നോട്ട് ഈക്വൽ ടു y1 ഓർ x2 നോട്ട് ഈക്വൽ ടു y2. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കേസ് എടുത്തു, x1 നോട്ട് ഈക്വൽ ടു y1 എന്ന് പറയുന്ന കേസ്. ഇപ്പോൾ x1 നോട്ട് ഈക്വൽ ടു y1 ആണെങ്കിൽ ഞാൻ എന്ത് കൺസിഡർ ചെയ്യുന്നു? when we consider the projection map P1 from R2 to R defined by P1 of Z1 Z2 equal to Z1. എന്താണ്? ഫസ്റ്റ് കോർഡിനേറ്റിലോട്ട് മാപ്പ് ചെയ്യുന്ന പ്രൊജക്ഷൻ മാപ്പ് എടുക്കുക. കണ്ടിന്യൂസ് ആണല്ലോ, വിച്ച് ഈസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ. ആൻഡ് P1 ഓഫ് എക്സ് എന്താണ് നോക്കിക്കേ, P1 ഓഫ് എക്സ് x1 വരും അല്ലേ ഫസ്റ്റ് കോർഡിനേറ്റ്. P1 ഓഫ് y1 വരും. x1 നോട്ട് ഈക്വൽ ടു y1 അല്ലേ, ആ കേസല്ലേ നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് എന്ത് കിട്ടി? x1 നോട്ട് ഈക്വൽ ടു y1 ആണെങ്കിൽ എന്താണ്, ആ എക്സിനെയും വൈനെയും സെപ്പറേറ്റ് ചെയ്യുന്ന കണ്ടിന്യൂസ് ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് ആ ഫങ്ഷൻ? ഫസ്റ്റ് കോർഡിനേറ്റിലോട്ട് മാപ്പ് ചെയ്യുന്ന പ്രൊജക്ഷൻ മാപ്പ് P1. ഇനി സെക്കൻഡ് കോർഡിനേറ്റ്സ് ആണ് നോട്ട് ഈക്വൽ ആയിട്ട് വരുന്നതെങ്കിൽ if x2 not equal to y2, when we consider the projection map P2 from R2 to R defined by P1 of Z1 Z2 equal to Z2, which is a continuous function, and P2 of x എന്താണ് x2, P2 of y എന്താണ് y2. These are not equal. So നമ്മൾക്ക് എന്താണ്, P2 separates the point x and y എന്ന് കിട്ടി. So corresponding to any two distinct points x and y in R2, there exists a continuous function which separates x and y. എന്താ പറഞ്ഞിരിക്കുന്നത്? R2ൽ നിന്ന് ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് എടുത്താലും ആ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തായാലും ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അടുത്ത റിസൾട്ടിലോടാണ് പോകുന്നത്. So theorem 8.12 let x be a T1 space. Then first statement is that if for each pair xy of distinct points of x there is a continuous function f from x to r which separates x and y, then x is Hausdorff. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ഇപ്പോൾ നമ്മൾക്ക് എക്സ് എന്ന് പറയുന്നൊരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട് ആൻഡ് ഓക്കെ, ആൻഡ് എക്സിൽ നിന്ന് ഏത് രണ്ട് പോയിന്റ് എക്സ് വൈ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് എക്സ് വൈ എടുത്തു കഴിഞ്ഞാലും ഈ രണ്ട് പോയിന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ എഫ് ഫ്രം എക്സ് ടു ആർ എക്സിസ്റ്റ് ചെയ്യുകയാണ് ആണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ എഫ് ഫ്രം എക്സ് ടു ആർ വിച്ച് സെപ്പറേറ്റ്സ് എക്സ് ആൻഡ് വൈ, അങ്ങനെയാണെങ്കിൽ എക്സ് ഹൗസ്ഡോഫ് ആയിരിക്കും. എന്താണ്? എക്സിലുള്ള ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എടുത്താലും അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എവിടെ നിന്ന് ഇങ്ങോട്ട് എക്സിൽ നിന്ന് ആറിലോട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എഫ് എന്താണെന്ന് പറയാം, സോറി എക്സ് എന്താണെന്ന് പറയാം, എക്സ് ഹൗസ്ഡോഫ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഇഫ് ഫോർ ഈച്ച് പോയിന്റ് എക്സ് ഇൻ എക്സ് ആൻഡ് ക്ലോസ്ഡ് സെറ്റ് സി നോട്ട് കണ്ടെയ്നിങ് എക്സ്, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഫോർ ഈച്ച് പോയിന്റ് എക്സ് ഇൻ എക്സ് ആൻഡ് എനി ക്ലോസ്ഡ് സെറ്റ് സി ഡസ് നോട്ട് കണ്ടെയ്നിങ് എക്സ് there is a continuous function f from x to r that separates x and c, then x is regular. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിൽ നിന്ന് ഏതൊരു പോയിന്റ് എക്സ് എടുത്താലും ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഏതൊരു ക്ലോസ്ഡ് സെറ്റ് എടുത്താലും ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ എഫ് ഫ്രം എക്സ് ടു ആർ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ആർബിട്രേറ്റ് ഏതെടുത്തു കഴിഞ്ഞാലും എക്സ് ആൻഡ് സി എടുത്തു കഴിഞ്ഞാലും ഇത്തരത്തിലൊരു ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സിനെയും സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എക്സ് എന്തായിരിക്കും? റെഗുലർ ആയിരിക്കും. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രൂഫിലോട്ട് വരാം. സി ഇഫ് ഫോർ ഈച്ച് പെയർ എ ബി ഓഫ് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ എക്സ്, ഇപ്പോൾ എക്സിൽ നിന്ന് ഏത് രണ്ട് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ഫ്രം എക്സ് ടു
ആർ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സിന് നോർമൽ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഹൗസ്ഡ് ഓഫ് ആവാനുള്ളൊരു കണ്ടീഷൻ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ദെൻ റെഗുലർ ആവാനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അറ്റ് ലാസ്റ്റ് നോർമൽ ആവാനുള്ള സ്റ്റേറ്റ്മെൻറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് സി ആണ് പ്രൂവ് ചെയ്യുന്നത്, ദെൻ എയും ബിയും പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ സി പാർട്ട് എങ്ങനെയാണോ പ്രൂവ് ചെയ്തത് അത് തന്നെയാണ് എയിലും ബിയിലും വരുന്നത്. സോ ഞാൻ സി പാർട്ട് മാത്രമേ പ്രൂഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇഫ് ദർ എക്സിസ്റ്റ് ഫോർ എനി ടു ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് എ ബി ഇൻ എക്സ്, if there exists a continuous function f from x to r which separates a and b ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എക്സ് നോർമൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സപ്പോസ് എ ആൻഡ് ബി ആർ ടു ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ എക്സ് and let f from x to r be a continuous function that separates a and b. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ അസംഷൻ പ്രകാരം നമ്മൾ ഈ ഒരു കാര്യം സി പാർട്ടിൽ ഈ ഒരു കാര്യം അസ്യൂം ചെയ്ത് വെച്ചായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു അസംഷൻ പ്രകാരം ഏത് രണ്ട് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് എടുത്താലും ഇത്തരത്തിലൊരു ഫംഗ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന മീനിങ്ങിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടും? ദർ എക്സിസ്റ്റ് ടു ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു എ ആൻഡ് എഫ് ഓഫ് ബി ഈക്വൽ ടു ബി. ഇനി ആർ എന്താണ്? ആർ ഹൗസ്ഡ് ഓഫ് സ്പേസ് ആണ്. അപ്പോൾ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ രണ്ട് പോയിന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ? സോ സിൻസ് ആർ ഈസ് ഹൗസ്ഡ് ഓഫ്, ദർ എക്സിസ്റ്റ് ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് ഒ എ ആൻഡ് ഒ ബി കണ്ടെയ്നിങ് എ ആൻഡ് ബി. കാരണം നമ്മൾ യു വി എന്നാണ് പറയാറ്. ഇവിടെ നമ്മൾക്ക് പ്രൂഫിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ഓപ്പൺ സെറ്റ്സിനെ എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റിനെ ഒ എ എന്നും ബിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റിനെ ഒ ബി എന്നും ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, കണ്ടെയ്നിങ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. then let u is equal to f inverse of OA. ഈ ഓപ്പൺ സെറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജ് അണ്ടർ ദ മാപ്പ് എഫിനെ യു എന്നും എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ബിനെ ബി എന്നും ഡിനോട്ട് ചെയ്തു. എഫ് കണ്ടിന്യൂസ് ഫങ്ഷൻ ആയതുകൊണ്ട് ഈ യുവും ബിയും എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. കാരണം എന്താണ്? എഫ് ഒരു കണ്ടിന്യൂസ്, എഫ് ഈസ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ഈച്ച് ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ. അപ്പോൾ ഇവിടെ എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ടും ഒ എ ഒ ബി ഓപ്പൺ സെറ്റ്സ് ആയതുകൊണ്ടും ഇൻവേഴ്സ് ഇമേജസ് ആയ യുവും ബിയും എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ഇനി ഒ എ ഇൻ്റർസെക്ഷൻ ഒ ബി ഈക്വൽ ടു 5 ആണല്ലോ അല്ലേ? ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം? യു ഇൻ്റർസെക്ഷൻ വിയും എം ടി ആയിരിക്കും. കാരണം എന്താണ്? യു ഇൻ്റർസെക്ഷൻ വി ഇസ് ഈക്വൽ ടു എന്ത് വരും? എഫ് ഇൻവേഴ്സ് ഓഫ് ഒ എ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ബി വരും. ആൻഡ് ദിസ് എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു എം ടി ആണ്. ആൻഡ് ഇത് ഈക്വൽ ടു എം ടി ആവുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് അറിയാം എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ആണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് ഒ എ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ബി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ഒ എ ഇൻ്റർസെക്ഷൻ ഒ ബി എന്ന് വരും. ഒ എ ഇൻ്റർസെക്ഷൻ ഒ ബി എന്ന് വരും. ആൻഡ് ഒ എ ഇൻ്റർസെക്ഷൻ ഒ ബി എന്താണ്? 5 ആണ്. സോ എഫ് ഇൻവേഴ്സ് ഓഫ് എം ടി സെറ്റ് ഇസ് ഈക്വൽ ടു എം ടി സെറ്റ്. അതുകൊണ്ട് യു ഇൻ്റർസെക്ഷൻ വി ഈക്വൽ ടു 5 ആണ്. ആൻഡ് നമ്മൾക്ക് എ ബിലോങ്സ് ടു ഒ എ ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് എ എല്ലാം എവിടെ ഉണ്ടായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് ഒ എയിലുണ്ടായിരിക്കും. എയിലുള്ള എല്ലാ പോയിൻറ്റ്സും ദ പോയിൻ്റ് എയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സെറ്റ് എയിലുള്ള എല്ലാ പോയിൻറ്റ്സും വരും. സോ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു എന്ന് പറയാം. അതുപോലെ തന്നെ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി. ഇപ്പോൾ എന്ത് കിട്ടി? ഏത് രണ്ട് ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. സോ എക്സ് ഈസ് നോർമൽ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയാണ്, സെയിം പ്രൂഫ് തന്നെയാണ് എക്കും ബിക്കും വരുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ വരും.
അതിന് അപ്പോൾ വേണ്ട ആ കണ്ടീഷൻസ് നമ്മൾ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ഈ ഒരു റിസൾട്ട് പ്രകാരം എന്തറിയാം? ഇപ്പോൾ ഏത് രണ്ട് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന കണ്ടിന്യൂസ് ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. ഇനി ഏതൊരു പോയിന്റും അതിനെ കണ്ടെയ്ൻ ചെയ്യാത്തൊരു ക്ലോസ്ഡ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന കണ്ടിന്യൂസ് ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് റെഗുലർ ആയിരിക്കും. ഇനി ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എടുത്താലും അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സ്പേസ് ഹൗസ്ഡ് ഓഫ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾക്ക് നെക്സ്റ്റ് കൺസെപ്റ്റിലോട്ടാണ്. എല്ലാം നമ്മൾക്ക് ഈ ഒരു ടോപ്പിക് തന്നെയാണ്, സെപ്പറേഷൻ ബൈ കണ്ടിന്യൂസ് ഫങ്ഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ടൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൺ ഓഫ് ദി മെയിൻ റിസൾട്ട് ഇൻ ടോപ്പോളജി എന്ന് പറയാം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ട കുറച്ച് റിസൾട്ടുകളും ടോപ്പിക്സുകളും നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഡിയാഡിക് നമ്പർ. ഇപ്പോൾ ഒരു നമ്പറിനെ ഡിയാഡിക് നമ്പർ എന്ന് പറയണമെങ്കിൽ എ ഡിയാഡിക് നമ്പർ ഈസ് എ നമ്പർ which can be expressed as a quotient of two integers in which the denominator is a power of 2. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഒരു നമ്പറിനെ ഡിയാഡിക് നമ്പർ എന്ന് പറയണമെങ്കിൽ അതെന്താണ് ഇരിക്കണം? quotient of two integers ആയിരിക്കണം. m/n, എമ്മോ എന്നും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. ഇനി ഡിനോമിനേറ്ററിൽ വരുന്നത് ജസ്റ്റ് ഇൻറ്റിജർ ആയാൽ പോരാ, വിച്ച് മസ്റ്റ് ബി എ പവർ ഓഫ് 2 ആയിരിക്കണം. അതായത് m/2n for n belongs to n is equal to anything 0, 1, 2 anything. ഇത്തരത്തിൽ ഏതെടുത്തു കഴിഞ്ഞാലും m/2n ഫോമിലുള്ള എലമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിയാഡിക് നമ്പർ എന്ന് പറയുന്നത്. m ഇൻറ്റിജർ ആയിരിക്കും, n ഇനി ഇൻറ്റിജർ ആവാം, 0, 1, 2 എക്സെട്ര ഏത് വേണമെങ്കിലും ആവാം. ഇപ്പം നെഗറ്റീവും ആവാം. നെഗറ്റീവ് ആണെങ്കിൽ എന്തായിത്തീരും? m/2⁻2 ആണെന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? m×2⁻2 എന്ന് എഴുതാം. ഇനി ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഡിനോമിനേറ്ററിൽ 2ൻ്റെ പവർ എവിടെ വരുന്നു എന്ന്. ഡിനോമിനേറ്ററിൽ 1 വരുന്നുണ്ടല്ലോ, 1 is equal to 2⁻0 അല്ലേ. സോ നമ്മൾക്ക് എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് പവേഴ്സ് എടുത്താലും കുഴപ്പമില്ല. വിച്ച് ഈസ് എ പവർ ഓഫ് 2. പവർ ഏത് പവർ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇൻ ജനറൽ r/s ഫോമിലായിരിക്കും ഉണ്ടാവുക. r belongs to z-ഉം s is equal to 2⁻0 ആവാം, 2 ആവാം, 2⁻2 ആവാം, 2³ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇനി നമ്മൾ ഫസ്റ്റ് ലെമ്മ. ഈ ലെമ്മ അത്ര ഈ ഒരു റിസൾട്ടേ നമുക്ക് ആവശ്യമുള്ളൂ, പ്രൂഫ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ ദ സെറ്റ് ഓഫ് ഡിയാഡിക് നമ്പേഴ്സ് ഈസ് ഡെൻസ് ഇൻ ആർ. ഇത്തരത്തിലുള്ള എല്ലാ ഡിയാഡിക് നമ്പേഴ്സിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ആറിൽ ഡെൻസ് ആയിരിക്കും. നമ്മൾ റാഷണൽ നമ്പേഴ്സ് ഡെൻസ് ഇൻ ആർ എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇത്തരത്തിൽ എല്ലാ ഡിയാഡിക് നമ്പേഴ്സിൻ്റെയും കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കളക്ഷൻ ആറിൽ ഡെൻസ് ആയിരിക്കും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞാൽ മതി? ആറിൽ നിന്ന് ഞാൻ ഏത് പോയിൻ്റ് എക്സ് എടുത്തു കഴിഞ്ഞാലും എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഓപ്പൺ ഇൻ്റർവെൽ എടുത്താലും അതിൻ്റെ അകത്തൊരു ഡിയാഡിക് നമ്പർ വരുമെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എന്തായിത്തീരും? എക്സ് ഡിയാഡിക് നമ്പേഴ്സിൻ്റെ കളക്ഷൻ്റെ ഒരു ലിമിറ്റ് പോയിൻ്റ് ആയിത്തീരും. ആൻഡ് ഹെൻസ് അതെന്താണ്? ഇങ്ങനെയാണ് എക്സ്. ഇപ്പോൾ ഡിയാഡിക് നമ്പേഴ്സിൻ്റെ കളക്ഷനെ ഞാൻ സം എ എന്ന് ഡിനോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഇൻ്റർവെൽസിലും ഒരു ഡിയാഡിക് നമ്പറെങ്കിലും വരുമെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എന്തായിത്തീരും? എ ക്ലോഷർ ആയിത്തീരും. ഇത്തരത്തിൽ എല്ലാ റിയൽ നമ്പേഴ്സും അങ്ങനെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും? എ ക്ലോഷർ ഇസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. സോ ഇതാണ് നമ്മളുടെ പ്രൂഫിൻ്റെ മെത്തേഡ്. നൗ ലെറ്റ് എക്സ് ബിലോങ്സ് ടു ആർ and epsilon greater than 0, then we can find a natural number n such that 1/2n is less than epsilon. ഇത് നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. Now let m is equal to the greatest integer which is less than or equal to x into 2 power n. എന്താണ് ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം റിയൽ നമ്പർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എക്സിനേക്കാളും ചെറുതായിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ.
ഇപ്പം നമ്മൾ 2.5 എടുത്തു എന്ന് എഴുതുക. 2.5നേക്കാളും ലെസ്സറായിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ ഏതാണ് വരുന്നത്? 2 ആണ് വരുന്നത് അല്ലേ? ബാക്കിയെല്ലാം ഇതിനേക്കാളും വലിയൊരു ഇൻറ്റിജർ വേറെ വരുന്നുണ്ടോ 2.5നേക്കാളും ചെറുത്? ഇല്ല. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ നമ്പർ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എം എന്താണ് ചൂസ് ചെയ്തിരിക്കുന്നത്? എം ഇസ് ഈക്വൽ ടു ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇൻറ്റു 2n. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ ഒരു നമ്പർ തന്നെ നോക്കിക്കേ. 2.5ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.5 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ ഒരു നമ്പർ 2.5 എന്ന് പറയുന്ന നമ്പർ 2നും 3ക്കും ഇടയിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇൻറ്റു 2n എം ആണെങ്കിൽ നമ്മൾക്ക് ഈ എമ്മും ഈ ഒരു നമ്പറും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്തായാലും ലെസ് ദാൻ 1 ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാനത് ഇവിടെ എഴുതുന്നു. ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് 2n minus m is less than 1. Now consider the modulus of x minus m by 2 power n. This is equal to 2 power n 2 power n into x minus m by 2 power n. So modulus of 2 power n into x minus m less than 1 ആണ്. So this is strictly less than 1 by 2 power n and which is less than epsilon. നമ്മൾ ഫസ്റ്റ് അങ്ങനെയായിരുന്നു 1 by 2 power n ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. So 1 by 2 power n is less than epsilon. That is there exists a m in z and n in n such that the modulus value of x minus m by 2 power n is less than epsilon. That is any open interval x minus epsilon x plus epsilon contains a d-adic number or contains d-adic numbers and x belongs to R is arbitrary. Therefore the set of all d-adic numbers are dense in R. അപ്പോൾ ഇത്തരത്തിൽ ഏത് പോയിന്റിൻ്റെ ഏത് ഓപ്പൺ ഇൻ്റർവെൽ അത് അബൌട്ട് ദാറ്റ് പോയിന്റിലുള്ള ഏതൊരു ഓപ്പൺ ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാലോ അതിലെല്ലാം ഡിയാഡിക് നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് എക്സ് എന്തിലുണ്ടായിരിക്കും? ഡിയാഡിക് നമ്പേഴ്സിൻ്റെ കളക്ഷൻ്റെ ക്ലോഷറിലുണ്ടായിരിക്കും. ആൻഡ് എക്സ് ബിലോങ്സ് ടു ആർ ആർബിട്രറി ആയതുകൊണ്ട് ഏത് റിയൽ നമ്പർ എടുത്താലും നമ്മൾക്ക് ഇത്തരത്തിൽ പറയാൻ പറ്റും. സോ ദ സെറ്റ് ഓഫ് ഓൾ ഡിയാഡിക് നമ്പേഴ്സ് ഈസ് ഡെൻസ് ഇൻ ആർ. സോ നമ്മൾ ഈ ഒരു ലെമ്മയും കൂടി പ്രൂവ് ചെയ്തിട്ടാണ് യൂറോഷോൺസ് ലെമ്മ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കാം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നതെന്നും ആൻഡ് ദെൻ വി വിൽ പ്രൂവ് ഇറ്റ്. സോ let x be a space and D a dense subset of the set R. എന്താണ് ഒരു ആർബിട്രേറ്റഡ് സ്പേസ് ചൂസ് ചെയ്തിട്ടുണ്ട്, ആറിൻ്റെ ഒരു ഡെൻസ് സബ്സെറ്റ് കൂടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിച്ച് ഇസ് ദ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് ആർ പ്ലസ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, ആർ പ്ലസ് വിച്ച് ഇസ് ദ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് ആർ പ്ലസ് ആണ്. ആൻഡ് ആർ പ്ലസിന് എങ്ങനെയാണ്? വിച്ച് ഇസ് ദ സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. ദെൻ suppose that for each t of D there is an open set ut in x. എന്താണ്? Suppose that for each t of D there is an open set ut in x such that which satisfies these two conditions. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന യൂട്ടീസ്, ഓപ്പൺ സെറ്റ്സ് യൂട്ടീസ് എവിടെയാണ്? എക്സിലുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് റിസൾട്ട് പറയുന്നത്. അപ്പോൾ ആ രണ്ട് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഇഫ് t1 ലെസ് ദാൻ t2 then ut1 ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ ut2 ആയിരിക്കും. ആൻഡ് യൂണിയൻ ഓഫ് ഓൾ ദീസ് യൂട്ടീസ് എന്ന് പറയുന്നത് എക്സും ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ the function f from x to r defined by f of x is equal to greatest lower bound. What? Greatest lower bound of
ടി ബിലോങ്സ് ടു ഡി സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ടി. എങ്ങനെ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ യു ടീസും കൺസിഡർ ചെയ്യുക ആൻഡ് ആ യു ടീസിൻ്റെ എല്ലാം ടി കൺസിഡർ ചെയ്യുക. ഇത്തരത്തിൽ വരുന്ന ടീകളുടെ ലിസ്റ്റ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ്, ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ല, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനെയാണ് ഇമേജ് ആയിട്ട് എടുക്കുന്നത്. എക്സിൻ്റെ ഇമേജ് ഏതാണ്? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് ഓൾ ടീസ് വേർ എന്തായിരിക്കണം? എക്സ് ബിലോങ്സ് ടു യു ടി ആയിരിക്കണം. സോ ദിസ് ഫങ്ഷൻ ഈ കണ്ടീഷൻസ് എ ബി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന യു ടീസ് നമ്മൾക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പം നമുക്ക് ഡയഗ്രാം വരച്ചിട്ടൊന്ന് നോക്കാം എന്താണ് ഇവിടെ ഈ യു ടീസ് കൊണ്ട് മീൻ ചെയ്തതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏത് ടി എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ഒരു യു ടി എക്സിസ്റ്റ് ചെയ്യണം അല്ലേ? ഏത് ടി കൺസിഡർ ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ഒരു യു ടി എക്സിസ്റ്റ് ചെയ്യണം. പിന്നെ എന്താണ്? T1 less than T2 ആണെങ്കിൽ, strictly less than T2 ആണെങ്കിൽ T1 closure strictly contained in, properly contained in T2 ആയിരിക്കണം. അതായത് ഈ ഒരു ഫോമിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇപ്പോൾ T1നെ ലെസ്സർ ആയിട്ടുള്ള ഒരു T0 എടുക്കുകയാണെങ്കിൽ T0 ക്ലോഷർ എന്ന് പറയുന്നത് എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം? T1 കണ്ടെയ്ൻഡ് ആയിരിക്കണം. T1 ക്ലോഷർ എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും? T2 കണ്ടെയ്ൻഡ് ആയിരിക്കും. if T1 less than T2. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ സെറ്റ്സുകളെല്ലാം നമുക്ക് കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് പോകത്തില്ല. ഇങ്ങനെ ഒരു മറ്റേ പണ്ടത്തെ സിനിമകളൊക്കെ കാണുന്ന സർക്കിൾസിലോട്ട് ഇങ്ങനെ സൂം ചെയ്ത് പോകുന്നതൊക്കെ കാണാറില്ലേ? അതുപോലെ ഇങ്ങനെ നമ്മൾക്ക് ടീസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, അല്ലെങ്കിൽ ടീസ് ലെസ്സർ ആവുന്നതിനനുസരിച്ച് നമ്മൾക്ക് എന്താണ് ആ ഒരു സ്മോളർ ആയിട്ടുള്ള യു ടീസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതായത് ഇപ്പം ഞാൻ T1 T2 എടുത്തു. അപ്പോൾ T1 less than T2 ആണെങ്കിൽ T2 കണ്ടെയ്ൻഡ് ആയിരിക്കും T1 ക്ലോഷർ. അപ്പോൾ T1 ക്ലോഷറിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും T1 നമ്മൾക്ക് അല്ലേ? ഞാൻ അതുപോലെ ഇതിനെ T1 എടുത്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് T1നേക്കാളും ലെസ്സർ ആയിട്ടുള്ള ഒരു T0 കണ്ടിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു T0 എടുക്കുന്ന നേരം നമ്മൾക്ക് എന്താണ് ഈ T1 കണ്ടെയ്ൻഡ് ആയിട്ട് ഒരു T0 ക്ലോഷർ കിട്ടും. ഇനി നമ്മൾക്ക് ഈ T1 ക്ലോഷറിൽ നിന്ന് T1 പറഞ്ഞതുപോലെ തന്നെ T0 ക്ലോഷറിൽ നിന്ന് T0 പറയാൻ പറ്റും. എഗെയിൻ അത് സ്മോളർ ആയിട്ടുള്ളൊരു സ്ട്രക്ചറിലോട്ട് പോകും. ഇത്തരത്തിൽ ലെസ്സർ ആയിട്ടുള്ള വേരിയബിൾസ് ടീസ് നമ്മൾ ചൂസ് ചെയ്തതിനേക്കാളും അതിനേക്കാളും സ്മോളർ ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും, ടീസ് നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും. ആൻഡ് പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത്തരത്തിലുള്ള എല്ലാത്തിൻ്റെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ദ ഹോൾ എക്സ് നമ്മൾക്ക് കിട്ടണം, ഹോൾ സെറ്റ് എക്സ് കിട്ടണം. അങ്ങനെ ഈ കണ്ടീഷൻസ്, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾക്ക് ഈ ഒരു പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഈ ഒരു ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ അസ്യൂം ചെയ്ത രണ്ട് കണ്ടീഷനിൽ സെക്കൻഡ് കണ്ടീഷൻ എടുക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് ടി ബിലോങ്സ് ടു ഡി UT എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഞാൻ എക്സിൽ നിന്ന് ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും ഈ എക്സ് എവിടെ ഉണ്ടായിരിക്കും? ഏതെങ്കിലും എല്ലാം UTസിൽ, അതായത് ഈ ഒരു യൂണിയനിലുണ്ടെന്നല്ലേ കിട്ടുക. അപ്പോൾ നമ്മൾക്കറിയാം എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ആണെങ്കിൽ എയ്തർ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അതായത് എയിലോ ബിയിലോ എന്തായാലും ഉണ്ടായിരിക്കും, ചിലപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടും ഉണ്ടായിരിക്കാം. അപ്പോൾ അത് പറഞ്ഞത് പ്രകാരം നമ്മൾക്ക് എന്താണ്, ഈ ഒരു യൂണിയനിൽ നിന്നൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് എവിടെ ഉണ്ടായിരിക്കും? ഈ UTസിൽ ഏതെങ്കിലും എല്ലാം UTസിൽ ഉണ്ടായിരിക്കും അല്ലേ? സോ എക്സ് ബിലോങ്സ് ടു UT ഫോർ സം T ഇൻ D എന്ന് പറയാം. അപ്പോൾ എന്തായാലും സം UTസിൽ എക്സിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു കളക്ഷൻ എടുക്കുന്നു, ദ കളക്ഷൻ ഓഫ് T ബിലോങ്സ് ടു D സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു UT. അപ്പോൾ ഈ കളക്ഷൻ എന്തായിരിക്കും? വിച്ച് ഈസ് നോൺ എംപ്റ്റി ആയിരിക്കും അല്ലേ? കാരണം എന്താ? ഫോർ സം UTയിൽ എക്സ് ഉള്ളത് കൊണ്ട്
ഈ കളക്ഷൻ നോൺ എം ടി ആയിരിക്കും. ആൻഡ് ഈ കളക്ഷൻ എന്താണ്? ആർ പ്ലസിൻ്റെ, അതായത് ഡിയിലുള്ള എലമെൻറ്റ്സ് അല്ലേ വരുന്നത്. ഡി എന്തായിരുന്നു? വിച്ച് ഈസ് ദ ഡെൻസ് സബ്സെറ്റ് ഓഫ് ആർ പ്ലസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ കളക്ഷൻ എന്തായിരിക്കും? ദിസ് വിൽ ബി എ സബ്സെറ്റ് ഓഫ് ആർ പ്ലസ് ആയിരിക്കും. ആൻഡ് ആർ പ്ലസിന് എന്താണ്? ആറിൽ എന്തായാലും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഉണ്ട് അല്ലേ? എന്തായാലും ഇപ്പം നമ്മൾക്ക് റിയൽ നമ്പേഴ്സിൽ ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഏതൊരു സെറ്റ് ഒന്നും അറിയത്തില്ല, ആർ പ്ലസ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ ആർ പ്ലസിൻ്റെ ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് ആറിൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാം ഈ സെറ്റിന് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യുണീക്ക് ആണെന്നൊക്കെ നമ്മൾക്ക് റിയൽ നമ്പർ സിസ്റ്റത്തിൽ റിയൽ അനാലിസിസിൽ നമുക്ക് അറിയുന്നൊരു പ്രോപ്പർട്ടിയാണ്. സോ അതുകൊണ്ട് നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് ദിസ് സെറ്റ് എന്ന് ഡിഫൈൻ ചെയ്താൽ അത് വെൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു ഈ സെറ്റിന് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഉണ്ടെന്ന്. ആറിൻ്റെ ഏത് സബ്സെറ്റ് എടുത്താലും അതിന് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ n എടുക്കുമ്പോൾ -1, -2, -3, -4 എക്സെട്ര എന്ന് പറഞ്ഞ് ഈ കളക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. സോ എല്ലാ സെറ്റ്സിനും ആറിൻ്റെ എല്ലാ സബ്സെറ്റ്സിനും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മൾക്കിവിടെ ആർ പ്ലസിന് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്തായാലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർ പ്ലസിൻ്റെ ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾക്ക് എന്താണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യാം. ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ല പറഞ്ഞിരിക്കുന്നത്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്താൽ മതി? ഇൻവേഴ്സ് ഇമേജസ് ഓഫ്, അതായത് എഫ് ഫ്രം എക്സ് ടു ആർ കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആറിലുള്ള ഏതൊരു ഓപ്പൺ സെറ്റിൻ്റെയും ഇൻവേഴ്സ് ഇമേജ് എക്സിൽ ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആറിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസ് ബി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിസ് ബിയിലുള്ള ഏതൊരു എലമെൻറ്റ് ബി എടുത്തു കഴിഞ്ഞാലും ബിയുടെ ഇൻവേഴ്സ് ഇമേജസ് എക്സിൽ ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആറിൻ്റെ ഏതെങ്കിലും ഒരു സബ് ബേസിസ് എസ് ചൂസ് ചെയ്യാം. എന്നിട്ട് എസ്സിലുള്ള ഏത് എലമെൻറ്റ് എസിൻ്റെയും സബ് ബേസിസ് എലമെൻറ്റ്സിൻ്റെ എല്ലാം ഇൻവേഴ്സ് ഇമേജസും എക്സിൽ ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്താലും മതി. ഇതിലേത് പ്രൂവ് ചെയ്താലും നമ്മൾക്ക് എഫ് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആണ് പ്രൂവ് ചെയ്യുന്നത്, അതായത് ആറിൻ്റെ ഒരു സബ് ബേസിസ് ഫിക്സ് ചെയ്യും. ആ സബ് ബേസിസിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഇൻവേഴ്സ് ഇമേജ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ കൺസിഡർ ദ യൂഷ്വൽ സബ് ബേസിസ് എസ് ഇസ് ഈക്വൽ ടു -infinity a such that a belongs to R union a infinity such that a belongs to R. അപ്പോൾ ഇത് ആറിൻ്റെ ഒരു സബ് ബേസിസ് ആണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഇൻവേഴ്സ് ഇമേജ് എക്സിൽ ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് -infinity എയും എഫ് ഇൻവേഴ്സ് ഓഫ് a ഇൻഫിനിറ്റിയും എക്സിൽ ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യണം ഫോർ ഈച്ച് എ ഇൻ ആർ. അപ്പോൾ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് കണ്ടിന്യൂസ് ആയിത്തീരും. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബേസിക് ഓപ്പൺ സെറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് -infinity എ. ആക്ച്വലി ഇതെന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് -infinity എന്ന് പറയുന്നേരം വിച്ച് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ, അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് -infinity എ എന്ന് പറയുന്നേരം which is the set of all x in x such that f of x belongs to -infinity a എന്നാണ് വരിക. സോറി, f of x belongs to -infinity a എന്നാണ് വരിക. f of x belongs to -infinity a എന്ന് വെച്ചാൽ എന്താണ്? f of x is strictly less than a. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? f inverse of -infinity a is equal to the set of all x belongs to x such that f of x is less than a. Okay, then f of x less than a ആണെങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? By the definition f of x എന്താണ്?
greatest lower bound of all t in D such that x belongs to ut ആണ്. അപ്പോൾ ഈ ഒരു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് സ്ട്രിക്ട്ലി ലെസ് ദാൻ എ ആയിട്ട് വരും. അപ്പോൾ ഇത് സ്ട്രിക്ട്ലി ലെസ് ദാൻ എ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു സെറ്റ് എ എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് എയുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് സ്ട്രിക്ട്ലി ലെസ് ദാൻ എ ആണെങ്കിൽ എ എന്തായിരിക്കത്തില്ല, ഈ സെറ്റിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആയിരിക്കത്തില്ല അല്ലേ. അപ്പോൾ അത് പ്രകാരം ഈ സെറ്റിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് സ്ട്രിക്ട്ലി ലെസ് ദാൻ എ ആണ്. അപ്പോൾ എ ഈ സെറ്റിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാം, ദർ എക്സിസ്റ്റഡ് ടി ഡാഷ് ഇൻ ദിസ് സെറ്റ് സച്ച് ദാറ്റ് ടി ഡാഷ് ലെസ് ദാൻ എ അല്ലേ. അപ്പോൾ ടി ഡാഷ് ലെസ് ദാൻ എ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, സോ യു ടി ഡാഷ് ഇസ് ഈക്വൽ ടു ഇപ്പോൾ ടി ഡാഷ് ലെസ് ദാൻ എ ആണ്. ഇപ്പോൾ ടി ഡാഷ് ലെസ് ദാൻ എ എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും, ദ യു ടി സച്ച് ദാറ്റ് ടി ബിലോങ്സ് ടു ഡി ആൻഡ് ടി ലെസ് ദാൻ എയിലുണ്ടായിരിക്കും, ഈ ഒരു കളക്ഷനിലുണ്ടായിരിക്കും അല്ലേ. ടി ഡാഷ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എ ആയതുകൊണ്ട് ഈ യു ടി ഡാഷ് എന്ന് പറയുന്ന ഓപ്പൺ സെറ്റ് ഈ കളക്ഷനിലുണ്ടായിരിക്കും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളക്ഷനിലുള്ള എല്ലാ എലമെൻസിൻ്റെയും യൂണിയൻ എടുക്കുമ്പോൾ ആ യൂണിയനിൽ എന്ത് കണ്ടെയ്ൻഡായിരിക്കും, യു ടി ഡാഷ് കണ്ടെയ്ൻഡായിരിക്കും. കാരണം നമ്മൾ ഈ യൂണിയൻ കൺസിഡർ ചെയ്യുന്നേരം ആ യൂണിയനിൽ യു ടി ഡാഷിനെ ഒരു എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ യു ടി ഡാഷ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് യൂണിയൻ എന്ന് കിട്ടി ആണല്ലോ. ഇനി നോക്കാം, എക്സ് ബിലോങ്സ് ടു യു ടി ഡാഷ് എന്നല്ലേ നമ്മൾ എടുത്തിട്ടുണ്ട്. എക്സ് ബിലോങ്സ് ടു യു ടി ഡാഷ് ആണല്ലോ. അപ്പോൾ എക്സ് ബിലോങ്സ് ടു യു ടി ഡാഷ് ആയതുകൊണ്ട് എക്സ് എവിടെ ഉണ്ടായിരിക്കും, ആൻഡ് യു ടി ഡാഷ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് യൂണിയനും ആയതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു ദിസ് യൂണിയൻ എന്ന് നമ്മൾക്ക് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ എക്സ് എവിടെ നിന്നായിരുന്നു ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് നോക്കിക്കേ. എക്സ് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാ ഈ സെറ്റിൽ നിന്നാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ആ എലമെൻ്റ് എവിടെ ഉണ്ടെന്ന് കിട്ടി നമ്മൾക്ക്, ഇതാ ഈ ഒരു യൂണിയനിലുണ്ടെന്ന് കിട്ടി. സോ നമ്മൾക്ക് എന്ത് പറയാം, ഇപ്പം ഞാൻ ഈ സെറ്റിനെ എ എന്നും ഈ സെറ്റിനെ ബി എന്നും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എ കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് നമ്മൾക്ക് കിട്ടി. കാരണം എയിലുള്ള എല്ലാ പോയിൻറ്റ്സും ബിയിലുണ്ടെന്നാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ തിരിച്ച് ബിയിലുള്ള എല്ലാ പോയിൻറ്റ്സും എയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം, എ ഈക്വൽ ടു ബി എന്ന് പറയാം. സോ നൗ ഇഫ് എക്സ് ഡാഷ് ബിലോങ്സ് ടു ദിസ് യൂണിയൻ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ യൂണിയനിൽ വരുന്ന സെറ്റ്സ് ഏതൊക്കെയാണ്, ടി ലെസ് ദാൻ എ ആയിട്ടുള്ള എല്ലാ യു ടീസിനെയാണ് ഇവിടെ യൂണിയനിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഡാഷ് ബിലോങ്സ് ടു ദിസ് യൂണിയൻ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, എക്സ് ഡാഷ് ബിലോങ്സ് ടു യു ടി ഡാഷ് ഫോർ സം ടി ഡാഷ് ലെസ് ദാൻ എ എന്ന് പറയാം അല്ലേ. അപ്പോൾ എക്സ് ഡാഷ് ബിലോങ്സ് ടു യു ടി ഡാഷ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, യു ടി ഡാഷ് എവിടെ ഉണ്ടായിരിക്കും, യു ടി ഡാഷ് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ ആയിരിക്കും. എക്സ് ഡാഷിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എക്സ് ഡാഷ് ബിലോങ്സ് ടു യു ടി ഡാഷ് ആണ്. ഇവിടെ വരെ ക്ലിയർ ആണല്ലോ. ഇനി അങ്ങോട്ട് നോക്കും, എക്സ് ഡാഷ് ഈ ഓപ്പൺ സെറ്റിലുള്ള ഒരു എലമെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ ടി ഡാഷ് യു ടി ഡാഷ് അല്ല, ഈ ടി ഡാഷ് എവിടെ ഉണ്ടായിരിക്കും, വിച്ച് ബിലോങ്സ് ടു ദ സെറ്റ് ടി ബിലോങ്സ് ടു ഡി സച്ച് ദാറ്റ് എക്സ് ഡാഷ് ബിലോങ്സ് ടു യു ടി ആയിരിക്കും. അതായത് എക്സ് ഡാഷ് എന്ന് പറയുന്ന പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സിൻ്റെ സഫിക്സിൻ്റെ കളക്ഷനിലുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കാരണം എന്താണ്, എക്സ് ഡാഷ് ബിലോങ്സ് ടു യു ടി ഡാഷ് ആയതുകൊണ്ട്. ദെൻ എഫ് ഓഫ് എക്സ് ഡാഷ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് ദിസ് സെറ്റ് ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് ടി ബിലോങ്സ് ടു ഡി സച്ച് ദാറ്റ് എക്സ് ഡാഷ് ബിലോങ്സ് ടു യു ടി എന്ന് വരും. അപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് ഡാഷ് കൺസിഡർ ചെയ്തേ നോക്കിക്കേ, ടി ഡാഷ് എന്ന് പറയുന്നത് ഇതിലുള്ളൊരു എലമെൻ്റ് ആണ്. അപ്പം നമ്മൾക്ക് എന്ത് പറയാം, ഈ ഒരു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ഡാഷ് ആയിട്ട് വരും അല്ലേ. ആൻഡ് ടി ഡാഷ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എ അല്ലേ. സോ ദിസ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എ എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡാഷ്
സ്ട്രിക്ട്ലി ലെസ് ദാൻ എ ആണ്. അതുകൊണ്ട് നമ്മൾക്ക് എക്സ് ഡാഷ് എവിടെ ഉണ്ടെന്ന് പറയാം? ഈ കളക്ഷനിൽ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എ എന്ന് പറയുന്ന കളക്ഷനിൽ വരും. അപ്പോൾ നമ്മൾ എക്സ് ഡാഷ് ഈ ഒരു യൂണിയനിൽ നിന്ന് എടുത്തു, ആ എലമെൻറ്റ് ഈ കളക്ഷനിൽ ഉണ്ടെന്ന് കിട്ടി. സോ നമ്മൾക്ക് എന്ത് പറയാം? നേരത്തെ എങ്ങനെയാണ് ഇതിനെയായിരുന്നു നമ്മൾ ബി എന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്, ഈ സെറ്റിന് എ എന്നും. അപ്പോൾ ബി കണ്ടെയ്ൻഡ് ഇൻ എ എന്ന് കിട്ടി. അറ്റ് ഫസ്റ്റ് നമ്മൾക്ക് എ കണ്ടെയ്ൻഡ് ഇൻ ബി എന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഫ്രം ദീസ് ടു എ ഈക്വൽ ടു ബി എന്ന് കിട്ടി. അതായത് എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എക്ക് ഈക്വലാണ്. ആൻഡ് അത് എന്തിന് ഈക്വലാണ്? ദ യൂണിയൻ ഓഫ് ദ സെറ്റ് ഓഫ് ഓൾ യു ടി സച്ച് ദാറ്റ് ടി ബിലോങ്സ് ടു ഡി ആൻഡ് ടി സ്ട്രിക്ട്ലി ലെസ് ദാൻ എ. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക, ഇതിൽ ഓരോ യു ടീസും എന്താണ്? ഓപ്പൺ സെറ്റ്സ് അല്ലേ? അപ്പോൾ ഈ ഓപ്പൺ സെറ്റ്സിൻ്റെ യൂണിയൻ ആയിട്ടാണ് നമ്മൾക്ക് എന്തിന് കിട്ടിയിരിക്കുന്നത്? എഫ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എ എന്ന് കിട്ടിയിരിക്കുന്നത് അല്ലേ? യു ടീസ് എല്ലാം എക്സിൽ ഓപ്പൺ ആയിട്ടുള്ള സെറ്റ്സുകളാണ്. ആൻഡ് എഫ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ദീസ് ഓപ്പൺ സെറ്റ്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾക്ക് എന്ത് പറയാം? എഫ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എ ഈസ് ഓപ്പൺ ഇൻ എക്സ് എന്ന് പറയാം. ആൻഡ് ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ എ ഇൻ ആർ എന്നും പറയാം അല്ലേ? ഇനി നമ്മൾക്ക് അനദർ സബ് ബേസിസ് ഓപ്പൺ സെറ്റ് കൂടെ ഉണ്ട്, അനദർ ഫോമിലുള്ള, അതിന് കൂടെ ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എ ഇൻഫിനിറ്റി ചൂസ് ചെയ്തു. ഇനി ഇൻവേഴ്സ് ഇമേജസ് ഓഫ് എ ഇൻഫിനിറ്റി ഓപ്പൺ ആണെന്ന് കൂടെ പ്രൂവ് ചെയ്യാനുള്ളൂ. സോ ഫോർ എ subbasic open set A infinity where A in R, consider the complement. നമ്മൾക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇൻഫിനിറ്റി ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പം നമ്മൾക്ക് എന്ത് പറയാം? എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇൻഫിനിറ്റി ഓപ്പൺ ആണെന്ന് പറയാം. ഓക്കെ, so consider x minus f inverse of a infinity. x minus f inverse of a infinity എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് എ ഇൻഫിനിറ്റിക്ക് ഈക്വൽ ആണ് അല്ലേ? ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ബിലോങ്സ് ടു വാട്ട്? എക്സ് മൈനസ് എ ഇൻഫിനിറ്റി. എക്സ് അല്ല, ഇവിടെ ആറാണ് വരേണ്ടത്. ആറിലോട്ടുള്ള ഫംഗ്ഷൻ അല്ലേ? സോ ആർ മൈനസ് എ ഇൻഫിനിറ്റി എന്നാണ് വരേണ്ടത്. അപ്പോൾ എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് എ ഇൻഫിനിറ്റി. ആർ മൈനസ് എ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഇൻഫിനിറ്റി എ എന്ന് പറയുന്ന സെറ്റാണ്. സോ this is equal to the set of all x belongs to x such that f of x is less than or equal to a എന്ന് വരും. And this is equal to the intersection of ut closure such that t belongs to d and t greater than a. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ നമ്മൾക്ക് ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന കോംപ്ലിമെൻറ്റ് എന്തിന് ഈക്വലാണ്? ഈ ഒരു ഇൻ്റർസെക്ഷൻ ഓഫ് ക്ലോഷേഴ്സ് ഓഫ് യു ടി, വേർ യു ടി എങ്ങനെയായിരിക്കണം? യു ടി ബിലോങ്സ് ടു ഡി വിത്ത് ടി ഗ്രേറ്റർ ദാൻ എ ആയിരിക്കണം. ഇത്തരത്തിലുള്ള എല്ലാ യു ടീസിൻ്റെയും ക്ലോഷേഴ്സിൻ്റെ ഇൻ്റർസെക്ഷനാണ് നമ്മൾക്ക് ഈ കോംപ്ലിമെൻ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും. ഈ രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ പ്രൂവ് ചെയ്താൽ അതിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നത് നോക്കാം. നമ്മൾക്കറിയാം ഏത് സെറ്റായാലും എ ക്ലോഷർ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യു ടി ക്ലോഷേഴ്സ് എല്ലാം ക്ലോസ്ഡ് സെറ്റാണ് അല്ലേ? അപ്പോൾ എനി ഇൻ്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ക്ലോസ്ഡ് ആണെന്നറിയാം. സോ ഈ ഒരു ഇൻ്റർസെക്ഷൻ എന്താണ്? ദിസ് ഈസ് എ ക്ലോസ്ഡ് സെറ്റ്. അപ്പോൾ നമ്മൾക്ക് ഈ സെറ്റ് എന്തിന് ഈക്വൽ ആണ്? എക്സ് മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇൻഫിനിറ്റി എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ഈ സെറ്റ് എന്തായി തീരും? ക്ലോസ്ഡ് സെറ്റ് ആവും. അപ്പോൾ ഈ സെറ്റ് ക്ലോസ്ഡ് സെറ്റ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇൻഫിനിറ്റി എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന പോയിന്റ്. സോ നമ്മൾക്ക് പ്രൂവ് ചെയ്യാം.
ടു പ്രൂവ് ദ സെക്കൻഡ് ഇക്വാലിറ്റി, അതായത് ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് എക്സ് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ ആണെന്ന് കരുതാം. ഓക്കെ, ഞാൻ ഈ ഒരു കളക്ഷനിൽ നിന്നൊരു പോയിന്റ് എടുത്തു, ആ പോയിന്റ് ഈ സെറ്റിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യും. ദെൻ ഇതിൽ നിന്നൊരു പോയിന്റ് എടുത്തിട്ട് ഈ സെറ്റിൽ ഉണ്ടെന്നും പ്രൂവ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് എക്സ് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ. ഇപ്പോൾ എക്സ് ബിലോങ്സ് ടു ഈ ഒരു കളക്ഷൻ ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കും അല്ലേ? നൗ ലെറ്റ് ടി ബിലോങ്സ് ടു ഡി ആൻഡ് ടി ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എ ആണെന്ന് കരുതുക. ഓക്കെ, ലെറ്റ് ടി ബിലോങ്സ് ടു ഡി ആൻഡ് ടി ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ടി എന്ന് വരും. അതായത് ടി ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് എന്ന് വരും. അപ്പോൾ ടി സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് എ എസ് ഇൻ ഡി സച്ച് ദാറ്റ് ടി ഗ്രേറ്റർ ദാൻ എസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. ഇത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ആയതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ടി ആൻഡ് എഫ് ഓഫ് എക്സ് വി ക്യാൻ ഫൈൻഡ് എ എസ് അല്ലേ? സോ ടി ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എസ് ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം? എക്സ് ബിലോങ്സ് ടു യു എക്സ് എന്ന് പറയാം. കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് ദ സെറ്റ് ഓഫ് ഓൾ ടി ഇൻ ഡി സച്ച് ദാറ്റ് വാട്ട് എക്സ് ബിലോങ്സ് ടു യു ടി ആണ്. എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ യു ടീസിൻ്റെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടിക്ക് എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ടി അല്ലെങ്കിൽ എസ് ആണെങ്കിൽ നമ്മൾക്ക് എക്സ് എവിടെ ഉണ്ടായിരിക്കും? യു എസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഇതിൽ നിന്ന് എക്സ് ബിലോങ്സ് ടു യു എസ് എന്ന് കിട്ടി. ആൻഡ് യു എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു ടി ആണ്. ആൻഡ് യു ടി ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു ടി ക്ലോഷർ ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? സോ എക്സ് ബിലോങ്സ് ടു വാട്ട്? യു ടി ക്ലോഷർ എന്ന് കിട്ടി. ആൻഡ് ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ ടി ഇൻ ഡി വിത്ത് ടി ഗ്രേറ്റർ ദാൻ എ. ഇത്തരത്തിൽ ഞാൻ ഏത് ടി വിത്ത് ഗ്രേറ്റർ ദാൻ എ ചൂസ് ചെയ്താലും നമ്മൾക്ക് എന്ത് കിട്ടും? എക്സ് ബിലോങ്സ് ടു യു ടി ക്ലോഷർ എന്ന് കിട്ടും. ഓക്കെ, നൗ അപ്പോൾ ഇത്തരത്തിൽ ഏത് ഫോർ എനി ടി ഗ്രേറ്റർ ദാൻ എ എക്സ് ബിലോങ്സ് ടു യു ടി ക്ലോഷർ എന്ന് കിട്ടിയില്ലേ? അപ്പോൾ എന്താണ്? ഇത്തരത്തിലുള്ള എല്ലാ യു ടി ക്ലോഷേഴ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലും എന്തുണ്ടായിരിക്കും? എക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? എനി പോയിൻ്റ് ഇൻ ദിസ് സെറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ഇൻ്റർസെക്ഷൻ എന്ന് കിട്ടി. ഇനി ഞാൻ ഇതിൽ നിന്നൊരു പോയിന്റ് എടുക്കുന്നു. നൗ സപ്പോസ് എക്സ് ബിലോങ്സ് ടു ദിസ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ബിലോങ്സ് ടു യു ടി ക്ലോഷർ ഫോർ ഓൾ ടി ഇൻ ഡി ആൻഡ് ഫോർ എനി ടി ഗ്രേറ്റർ ദാൻ എനി ടി ഇൻ ഡി ആൻഡ് ടി ഗ്രേറ്റർ ദാൻ എ എന്ന് കിട്ടും അല്ലേ? നൗ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. Let epsilon greater than 0 be a positive number. Since D is dense in R, there is a member S1 of D with A less than S1 less than A plus epsilon. അല്ലേ? D closure equal to R ആയതുകൊണ്ട് ഡിയിൽ നിന്ന് ഏത് റിയൽ നമ്പർ ചൂസ് ചെയ്താലും ഇങ്ങനെയാണേ, ഏതൊരു റിയൽ നമ്പർ ഇപ്പം ഞാൻ ജസ്റ്റ് എ ബി എന്നെടുക്കുന്നു, ഏത് രണ്ട് റിയൽ നമ്പർ എടുത്താലും അതിൻ്റെ ഇടയിൽ ഒരു ഡിയിലുള്ളൊരു എലമെൻറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. കാരണം ഡി ക്ലോഷർ ഈക്വൽ ടു ആർ ആയതുകൊണ്ട്. സോ നമ്മൾ എയും എ പ്ലസ് എപ്സിലോണും ചൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഡി ഈസ് ഡെൻസ് ഇൻ ആർ ആയതുകൊണ്ട് എന്താണ്? ഡിയിൽ ഒരു x1 എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എ ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ S1 ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ.
നമ്മൾ റേഷണൽ നമ്പേഴ്സ് പറയാറില്ലേ, ഏത് രണ്ട് റിയൽ നമ്പറിൻ്റെ ഇടയിലൊരു റേഷണൽ നമ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഡി എന്ന് പറയുന്നത് ഏത് ഡെൻസ് സബ്സെറ്റ് വേണമെങ്കിലും ആവാം. അപ്പോൾ ഏത് രണ്ട് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ ഡിയിലുള്ളൊരു എലമെൻ്റ് എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ എക്സ് ബിലോങ്സ് ടു അപ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് എ പ്ലസ് എപ്സിലോൺ ഒരു S1 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എവിടെ ഉണ്ടായിരിക്കും? US1 ക്ലോഷറിലുണ്ടായിരിക്കും. കാരണം എന്താണ്? S1 ഈസ് ഗ്രേറ്റർ ദാൻ എ ആയതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു US1 ക്ലോഷർ ആയിരിക്കും. Again, using the denseness of D, there is a member S2 of D such that S1 less than S2 less than A plus epsilon. ഇനി S1ഉം A plus epsilonഉം റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് D dense in R ആയതുകൊണ്ടും in between them we can find an element in D. അതാണ് നമ്മളിവിടെ S2 എന്ന് നെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ S1 സ്ട്രിക്ട്ലി ലെസ് ദാൻ S2 ആയതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി പ്രകാരം US1 ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ US2 ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് എക്സ് ബിലോങ്സ് ടു US1 ക്ലോഷർ ആയിരുന്നല്ലോ, US1 ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ US2 ആയതുകൊണ്ട് ആൻഡ് എക്സ് ബിലോങ്സ് ടു US1 ക്ലോഷറും ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? എക്സ് ബിലോങ്സ് ടു US2 എന്ന് പറയാം. ഓക്കെ, hence f of x is less than or equal to S2 ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ എന്ന് പറയാം അല്ലേ? കാരണം എന്താണ്? ഇത്തരത്തിലുള്ള എല്ലാ ടീസിൻ്റെയും എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ യൂട്ടീസിനും കറസ്പോണ്ടിങ് കിട്ടുന്ന ടീസിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു യൂട്ടി എടുത്തു കഴിഞ്ഞാൽ ടി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? സോറി, എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു US2 കിട്ടി. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു S2 ആണെന്ന് പറയാം. ആൻഡ് S2 ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ. സിൻസ് എപ്സിലോൺ വാസ് എൻ ആർബിട്രറി positive number, it follows that f of x is less than or equal to a. ഇത്തരത്തിൽ ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇൻഇക്വാലിറ്റിയിൽ നിന്ന് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടും. ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ഇത്തരത്തിലൊരു എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടും. സോ അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തോ ആയിട്ടായിരിക്കും? എ. എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയാം. സോ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയതുകൊണ്ട് എക്സ് എവിടെ ഉണ്ടായിരിക്കും? എക്സ് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ ആയിരിക്കും. സോ ദിസ് ഇൻ്റർസെക്ഷൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് കളക്ഷൻ. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിലുള്ള ഇൻക്ലൂഷനും പ്രൂവ് ചെയ്തതുകൊണ്ട് നമ്മൾക്ക് ഈ രണ്ട് സെറ്റ്സും ഈക്വൽ ആണെന്ന് പറയാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് മൂവ് ആവും. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? സബ് ബേസിസ് എലമെൻസിലുള്ള എല്ലാ എലമെൻസിൻ്റെയും ഇൻവേഴ്സ് ഇമേജസ് ഓപ്പൺ ആണെന്ന് കിട്ടി. സോ എഫ് ഈസ് കണ്ടിന്യൂസ്.